ഹലോ ഗൈസ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്ന മൈൻക്രാഫ്റ്റിൽ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് കേട്ടോ ഗൈസ്. നമ്മൾ ഒരു വിഷമകരമായ കാര്യം പറയാണ്. കാരണം നമ്മുടെ മോഫാം പണിഞ്ഞ് കഴിഞ്ഞു. അതിൻ്റെ റെക്കോർഡിംഗ് ക്ലിപ്പ് ഡിലീറ്റ് ആയിപ്പോയി. അതെന്താണെന്ന് കാര്യമെന്ന് ഞാൻ വീഡിയോയുടെ തുടങ്ങുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീഡിയോ ഡിലീറ്റ് ആകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറേജ് പണിയാന്ന് നമ്മുടെ ഫോൺ പണിഞ്ഞൊന്നും നമ്മുടെ വീഡിയോ ഡിലീറ്റ് റെക്കോർഡും ചെയ്ത് എഡിറ്റും ചെയ്ത് വോയിസ് ഓവറും കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് മാത്രം മതിയായിരുന്നു. തമ്മിലോട്ട് സെറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വെച്ചായിരുന്നു. ബട്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. ഇനി കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എടുത്തത്. എന്ന് വെച്ചാൽ മോഫാം പണിഞ്ഞ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ അയൺ ഫാം അത്യാവശ്യം വർക്ക് ആവുന്നുണ്ട്. കേണ്ട അത്യാവശ്യം കുറച്ച് നേരമൊക്കെ എഫ് ചെയ്യുന്നുള്ളൂ. പിന്നെ അല്ലാതെ കുറേ ഇതിലെ കൂടെ ഒക്കെ പോയി ഗോളം സ്പോണായി തത്തു അന്നേരം കിട്ടിയ അങ്ങനെയാണ്. പിന്നെ ഗൈസ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു ഇത് കമ്പോസ്റ്റർ വെച്ച് നമ്മൾ ഈ അയൺ ഫാമിൽ നിന്ന് കിട്ടുന്ന പോപ്പി ഫ്ലവർ വെച്ച് നമുക്കത് ഓൺ വീലാക്കാമല്ലോ കമ്പോസ്റ്റ് ചെയ്തിട്ട്. അങ്ങനെ പിന്നെ ഇവിടെ കുഴിയെന്ന് വെച്ചാൽ അയൺ ഫാം അല്ല മോഫാം പണിക്ക് വേണ്ടിയുള്ള സ്റ്റോൺ എടുത്ത. പിന്നെ അവിടെ ഒരു ക്യാരറ്റ് ഫാം ഉണ്ട്. ജസ്റ്റ് നമ്മുടെ ക്യാരറ്റ് അവിടെ ഇരുന്ന് മറ്റേ വീടിൻ്റെ അവിടെയുള്ള ആ ഫാമിൽ നിന്ന് എടുത്ത ക്യാരറ്റും പിന്നെ ഇവിടെ നിന്ന് കിട്ടിയ ഇതൊക്കെ ബോൺവീലും നമ്മുടെ മോഫാമിൽ നിന്ന് കിട്ടിയ ബോണോടെ എടുത്ത് നമ്മൾ പടിഞ്ഞാണ് ബോൺവീൽ ചെയ്തിട്ട് നമ്മൾ ക്യാരറ്റ് ഫാം ഉണ്ടാക്കി. ഇൻ കേസ് നമ്മൾ മോഫാമിലോട്ട് പോകുന്ന വഴി ഇതാണ് കേട്ടോ. അടിയിൽ കൂടെ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. ഫുൾ ടോർച്ച് വെച്ചേക്കാണ് ഒന്ന് സ്പോണായിരിക്കാൻ വേണ്ടി. പിന്നെ അതിൻ്റെ കണ്ടറിയാം ഇത് ഇങ്ങോട്ട് ഇതെന്താണ് ബക്കറ്റ് വെള്ളം ഇത് കണ്ട് ഇവിടെ മൊത്തം ഞാൻ വൃത്തിയിടാക്കിയിട്ടേക്കുന്ന എന്തോന്നത് അതവിടെ പിന്നെ വന്നെടുത്തോളാം. ഇത് ഫുൾ ടോർച്ചാണ് ഒന്ന് സ്പോണായിരിക്കാൻ വേണ്ടി. എങ്ങാനും നമ്മൾ സ്പോണായിട്ട് ഇങ്ങനെ നൈറ്റാണ് ഇതിലെ കൂടെ വരിക. ഒരു ക്രീപ്പർ വന്ന് പൊട്ടി നമ്മുടെ കാര്യം മൊത്തം ഹോഗിയ. പിന്നെ ഇത് ഇപ്പം എൻ്റെ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ അത്രയ്ക്ക് സൗണ്ട് ക്ലാരിറ്റി കാണത്തില്ല. പക്ഷേ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇത്ര ഇട്ടിട്ട് നമുക്കൊരു വ്യൂസ് കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങളൊരു മൊബൈൽ പ്ലെയർ ആണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക. നിങ്ങളൊരു PC പ്ലെയർ ആണെങ്കിൽ ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, എനിക്കതേ പറയാനുള്ളൂ. നമ്മുടെ മൊബൈൽ പ്ലേസിൻ്റെ PC പ്ലേസിൻ്റെ പവർ കാണിച്ചു കൊടുക്കുക. അതെനിക്ക് പറയാനുള്ളൂ. ഹൂ ഈസ് മോർ ബെറ്റർ നമുക്കറിയാം. ഓക്കെ, ഞാൻ ഒരു മൊബൈൽ പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ഐ ലൈക്ക് മൊബൈൽ പ്ലേസ്. ഓക്കെ, നിങ്ങളുടെ PC ആണോ മൊബൈലാണെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര. ഇപ്പോൾ എൻ്റെ ചാനലിൽ 73 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇനി 73 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ അറിയാം PC പ്ലേസ് എത്ര സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ മൊബൈൽ പ്ലേസ് എത്ര ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് എത്ര ലൈക്ക് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇതാണ് നമ്മുടെ മോഫാം. ഇവിടെ മേളിൽ നിന്ന് താഴോട്ട് ഇവിടെ മൊത്തം വെള്ളം. അതുകൊണ്ട് സീനില്ല, ചാടിയാലും ഒന്നും പറ്റത്തില്ല. ഇവിടെ എന്ന് വെച്ച് നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഇച്ചിരി നേരം AFK എന്നായിരുന്നു. മേളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ അവർക്ക് 1 ഹേർട്ടേ കാണത്തുള്ളൂ. ഒരടി അടിച്ചാൽ മതി ചത്ത്. ഓക്കെ, എത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ മോഫാം. ഓക്കെ, ഏതാണ്ട് ക്രീപ്പർ വന്ന് ചെറിയ AFK വെക്കണം. നമുക്കൊരു AFK ഏരിയ ഉണ്ടാക്കണം ഉടൻ തന്നെ. അത് ഉണ്ടാക്കിക്കോളാം ഞാൻ. പിന്നെ ഓഫ് ക്യാമറ ഇരുന്ന് ചെയ്തോളാം. ഓക്കെ, നമ്മൾ നെത്തുള്ള ബോണൊക്കെ എടുത്തുകൊണ്ട് പോയി. ഞാൻ അങ്ങനെ AFK ചെയ്തിട്ടില്ല. ജസ്റ്റ് പണിഞ്ഞ് 6 റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കൺവേർട്ട് ചെയ്ത സമയത്താണ് ഡിലീറ്റ് ആയി പോയത്. അതുകൊണ്ട് പിന്നെ ഞാൻ AFK ഒന്നും നിന്നിട്ടില്ല. ജസ്റ്റ് ഇത്രയേറെ AFK ചെയ്യുന്നപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി AFK ചെയ്യുന്നപ്പോൾ കിട്ടിയതാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ചാടാം. ചാടി ബ്ലോക്ക് ചട്ടി ചത്തില്ല. തട്ടിയാൽ മൊത്തം തെറിച്ചു പോകും. എല്ലാം ഐറ്റംസും പോകും. ഞങ്ങൾ സ്പോണാവുന്ന എവിടെ ആയിരിക്കും? ആ മേളിൽ തന്നെ. മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ചാടി വീണ്ടും ആനൊക്കെ എടുത്തുകൊണ്ട് പോകാം. ഇത്രേ ഉള്ളൂ. ഇവിടെ മൊത്തം ടോർച്ചാണ്. പിന്നെ നമ്മളിപ്പം വീഡിയോ ഇട്ടിട്ട് ഒരു ദിവസം നമ്മൾ പറഞ്ഞു ഒരു ദിവസം ഇടവിട്ടിട്ടാണെങ്കിൽ വീഡിയോ ഇടാന്ന്. ബട്ട് നമ്മളൊരു ദിവസം പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല. മടി കൊണ്ടൊന്നുമല്ല, എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, നമ്മളെ സബ്സ്ക്രൈബ് ടാർഗറ്റ് അറിയായിരിക്കും നിങ്ങൾക്ക്. 100 സബ്സ്ക്രൈബേഴ്സാണ്. നമ്മളിപ്പം 73 സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാലും ഇവിടുന്ന് വെള്ളം എടുക്കും. എന്നാലും കുറച്ച് വെള്ളം വേണം. ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് ഷുഗർ കെയിൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ 4 ഷുഗർ കെയിൻ ഇങ്ങോട്ട് ജസ്റ്റ് ഇരിപ്പുണ്ട്. ചെറിയ ലാഗ് ഉണ്ട് കേട്ടോ, ക്ഷമിക്കുക. എന്തോന്ന് അറിയത്തില്ല. ഇപ്പം എനിക്കൊന്ന് ഇവിടെ ആയിട്ട് അയൺ ഫാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. ചെറിയ അയൺ ഫാം ആണെങ്കിൽ ചെറിയ ലാഗുണ്ട്. എന്തോന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ നമ്മുടെ ബ്രീഡറുണ്ട്. ബ്രീഡർ ഇപ്പോൾ വർക്കിംഗ് എല്ലാം ഓഫാക്കിയിട്ടേക്കുവാണ്. പിന്നെ ഇവിടെ മൊത്തം ബ്ലോക്ക് വെച്ചേക്കുന്നത് ഞാനാണ്. എന്ത് ചെയ്യാനേസ്, ഇവിടെ മൊത്തം ബ്ലോക്ക് ഞാനാണ് വെച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ തന്നെ ബ്ലോക്ക് വെച്ചിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഗൈസ്.
ലൈക്ക് ഓളെ ഇടയ്ക്ക് ഇവിടെ നേരത്തെ പണിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അൽഫാം പണിഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ സ്പോണായി. അതിനെ കൊല്ലാൻ വേണ്ടി അവിടെ പോയപ്പം അവരെ കൊല്ലാൻ വേണ്ടി ഇന്നിപ്പോൾ 3 ബ്ലോക്ക് മേളിൽ കയറി നിന്നിട്ട് കൊല്ലാൻ നോക്കിയത്. കൊന്നപ്പം കൊല്ലാൻ വേണ്ടി നിന്ന ബ്ലോക്കാണ്. പിന്നെ പൊട്ടിക്കാൻ മറന്നു. പിന്നെ അപ്പുറത്ത് കണ്ട ഇച്ചിരി വഴി, അത് നമ്മൾ അൽഫാമിലോട്ട് പോകാൻ ജസ്റ്റ് ഒരു വഴി പണിഞ്ഞ് വെച്ചിട്ടുള്ളൂ, ചുമ്മാ പണിഞ്ഞ് വെച്ചോളൂ. നമുക്ക് ഏത് വഴി വേണമെങ്കിലും പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രീഡറിലോട്ടുള്ള വഴി ഇതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഇവിടെ വീട് കണ്ടോ, വീട് വയ്ക്കുന്നു. പിന്നെ എന്താണ് ഇവിടെ ഉള്ളത്, പിന്നെ നമ്മുടെ ക്യാറ്റ് ഫാം ഈവനിങ് അല്ല ന്യൂണായി. ഓക്കെ, ക്യാരറ്റ് ഫാം എന്നാണ് ഇരിക്കുന്നത്. ഈ ക്യാറ്റ് ഫാമിൽ ഒന്നും ക്യാരറ്റ് ഇല്ല ഗൈസ്. നമ്മൾ ക്യാറ്റ് ഫാം ഇവിടുന്ന് മാറ്റി അങ്ങോട്ടാക്കിയല്ലോ, ഷിഫ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ പ്രോജക്റ്റ് ബോർഡ് കാണാം. നമ്മൾ അയൺ ഫാമിൻ്റെ ആ ഒരു സൈൻ ബോർഡ് പൊട്ടിച്ചളഞ്ഞു കാണാം. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മോ ഫാമും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും പൊട്ടിച്ചളയാം. ഇനി നമുക്കൊരു ബേസും പിന്നെ ഒരു വില്ലേജുമാണ് നമ്മൾ മെയിനായിട്ട് അതിനകത്തുള്ളത്. അത് ഞാൻ ഇപ്പോഴും അങ്ങ് ചെയ്യത്തില്ല ഗൈസ്. അത് ഞാൻ അത്യാവശ്യം ഡയമണ്ട് ആർമറൊക്കെ ആയിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ചെസ്റ്റിൽ ഷുഗർ കെയിൻ ഓർഡർ ഇരിപ്പുണ്ട്. അതിന് നമുക്ക് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം ഗൈസ്. ഡയമണ്ട് പിക്കാക്സ് നമുക്ക് അത്യാവശ്യം ജസ്റ്റ് എടുത്ത് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാൻ ഇവിടെ ട്രൈഡൻ്റ് ഒക്കെ ഇരിപ്പുണ്ട്. രണ്ടോ നാളെ ബാക്ക് ഇപ്പം ഈ ബെഡ്റോക്കി നമ്മുടെ ഈ ട്രൈഡൻ്റ് വെറും ഇതാണ് അത്യാവശ്യം കിട്ടുന്ന സാധനമാണ് ട്രൈഡൻറ്റ്. ചാവയ്ക്കാത്ത ഭയങ്കര റെയറാണ്. ഓക്കെ 3 ഡയമണ്ട്. ഓക്കെ 3 ഡയമണ്ട് നമുക്ക് മതി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് പിക്കാക്സ് ഇൻ അവർ ലെസ്റ്റ് പ്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണം. ക്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് അത്യാവശ്യമാണ് പോർട്ടൽ വേണം, ഒരു നെതർ പോർട്ടൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒബ്സിഡിയൻ വേണം. ഒബ്സിഡിയന് ലാവിന് ഇവിടെ പോയി തപ്പുന്ന ആവശ്യം. ലാവ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്, മൈൻഡ് ചെയ്യുന്നെടുത്ത് അവിടെ ജസ്റ്റ് അവിടെ പോകണം. അവിടെ പോയി നമുക്ക് ലാവ എടുത്ത് ഒബ്സിഡിയൻ സെറ്റാക്കാം. എന്നിട്ട് നമുക്ക് നെതറിൽ പോകണം. നെതറിൽ ഫുൾ ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നെതറിൽ പോകുമ്പോൾ എല്ലാ സാധനം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടേ പോകത്തുള്ളൂ. ഇതുകൊണ്ട് ആ ഒരു സൈൻ ബോർഡ് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇപ്പം ഈ ഒരു ലെസ് പ്ലേയിൽ ഇത്ര അപ്ഡേറ്റ് ഒക്കെ ഉള്ളൂ. പിന്നെ അപ്ഡേറ്റ് ആയിട്ടായിരിക്കും ഞാൻ ഈ ടൈറ്റിലും തമ്മിലും കൊടുത്തേക്കുന്നത് മോഫാം പണിഞ്ഞെന്നായിരിക്കും. കാരണം നമ്മൾ മോഫാം പണിഞ്ഞതിൻ്റെ വീഡിയോ പോയല്ലോ, അതുകൊണ്ട് തന്നെ അതായിരിക്കും കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മളിവിടെ അയൺ ഫാം പണിയാൻ വേണ്ടി കുറച്ച് ബെഡ് നമ്മൾ വേറൊരു വില്ലേജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ നമ്മൾ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഓഫ് ക്യാമറ ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ വില്ലേജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ വെച്ച് അതിൻ്റെ പേയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ച് അതിൻ്റെ പേയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ എല്ലാവർക്കും ബൈ, സീ യു.